സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കോളേജ് ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വിശദീകരണം. പുതുതായി ചുമതലയേറ്റ VC ഇരുവരോടും വിശദീകരണം തേടിയ പശ്ചാത്തലത്തിലാണ് മറുപടി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ നിയമോപദേശം തേടിയെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. ഗവർണർ സസ്പെൻഡ് ചെയ്ത VCക്ക് പകരം ചുമതലയേറ്റ വൈസ് ചാൻസലറാണ് കോളേജ് ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും വിശദീകരണം തേടിയത്. 2 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് 10:30 മുൻപാകെ വിശദീകരണം നൽകണമെന്നായിരുന്നു വൈസ് ചാൻസലറുടെ ആവശ്യം. ഇതോടെ നൽകിയ വിശദീകരണത്തിലാണ് മരണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന ഇരുവരുടെയും മറുപടി. അതിനിടെ മരിച്ച സിദ്ധാർത്ഥനെ മൃഗീയ പീഡനത്തിന് ഇരയാക്കിയപ്പോൾ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത് കൊല്ലം സ്വദേശികളായ RS കാശിനാഥൻ, സിൻജോ ജോൺസൺ, വയനാട് മാനന്തവാടി സ്വദേശികളായ അമൽ ഇഹ്സാൻ, K അരുൺ എന്നിവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 18 പ്രതികൾക്കെതിരെയും ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കി. മകന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുവാൻ നിയമോപദേശം തേടിയെന്ന് അച്ഛൻ ജയപ്രകാശ്. കുറച്ച് വക്കീലന്മാരുമായിട്ടൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഉപദേശങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നു. ഇവരവിടുത്തെ കുറ്റപത്രം ഇപ്പോൾ കൊടുക്കില്ല. ഇവർ ചാർജ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിട്ട് ഏതായാലും ഏകദേശം 50% ഞാനങ്ങനെ കൊടുക്കാനുള്ള ഇതായിക്കൊണ്ടിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ട് നോക്കിയപ്പോഴേ പ്രതികളെല്ലാം ഈസി ആയിട്ട് പുറത്തിറങ്ങി പോകുന്നുള്ള രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ട്. അവർക്ക് അത് ആത്മഹത്യയാക്കണം, അതുകൊണ്ടാണ് ആത്മഹത്യയെ തള്ളിവിട്ടു. ചാർജ് ഷീറ്റിൽ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തുമെന്നതനുസരിച്ചായിരിക്കും തീരുമാനം. പോലീസ് അന്വേഷിച്ചാൽ പ്രതികൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത് എന്നും ജയപ്രകാശ് പറഞ്ഞു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വെറ്ററിനറി സർവകലാശാല 5 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 10-ാം തീയതി വരെ റെഗുലർ ക്ലാസുകൾ ഉണ്ടാകില്ലെന്നാണ് അക്കാദമിക് ഡയറക്ടറുടെ അറിയിപ്പ്. മീഡിയ 1 വയനാട്.